ഓണത്തിന് ഇറങ്ങുന്ന, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒത്തിരി വലിയ പടങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ ഓണം. എന്തായാലും ആ ഓണത്തിന് നമ്മുടെ നാടൻ വിഭവങ്ങളോട് കൂടിയ ഒരു സദ്യ കഴിക്കുന്ന ആസ്വാദനത്തിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ആലി. ആലി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഹീറോയിൻ്റെ ഫാദറിൻ്റെ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ തന്നെ കഴിഞ്ഞ്, ഞങ്ങളുടെ ഒരു കപ്പിത്താനാണല്ലോ ഡയറക്ടർ എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ തന്നെ ഇന്ന് ഈ ചിത്രം നിങ്ങളുടെ സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇതൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിജയം തരേണ്ടത് നിങ്ങളാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും തേടുകയാണ്. നന്ദി. ഓഗസ്റ്റ് 14 ആവാൻ ഞാനും കാത്തിരിക്കുകയാണ്. കാരണം ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തിൽ നിന്നും മറ്റൊരു ടെക്നീഷ്യൻ ഒരു സ്ഥാനം ഡയറക്ടർ കൃഷ്ണ പ്രിയദർശൻ എനിക്ക് ഈ ഫിലിമിൽ തന്നിരുന്നു. അത് കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ചീഫ് എന്ന് പറയുന്ന പോസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കഴിവുള്ള പലരെയും കൈപിടിച്ചുയർത്താൻ മാക്സിമം നമ്മൾ ശ്രമിക്കും എന്ന്. അക്കൂട്ടത്തിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം 32 ആർട്ടിസ്റ്റുകളെ ഒത്തിരി സിനിമകളിൽ പെർഫോം ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു പിടി ന്യൂ ഫേസുകളും ഉൾപ്പെടെ 32ഓളം ആർട്ടിസ്റ്റുകളെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനും അവരെല്ലാവരും തന്നെ വളരെ ഗംഭീര പെർഫോമൻസ് ആലിയിൽ കാഴ്ചവെക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സെലക്ഷൻ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ചീഫ് എന്നുള്ള തലത്തിൽ ഈ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തോന്നി. ഇനി ഓവറോൾ അത് അവരുടെ പെർഫോമൻസ് മൊത്തം എങ്ങനെയുണ്ടായിരുന്നു എന്ന് സിനിമയുടെ ടോട്ടാലിറ്റി വരുന്നത് റിലീസിങ്ങിലൂടെയാണ്. അവിടെയാണ് BGM-ഉം RRM എല്ലാം ഒക്കെ ചേർന്ന് സംഗതി പുറത്തേക്ക് വരുന്നത്. ഓഗസ്റ്റ് 14 ഈ സിനിമയുടെ ഒരു ഔട്ട്പുട്ട് വളരെയധികം മെച്ചപ്പെട്ട നിലയിൽ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വിഭവങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഓണത്തിന് കേരളത്തിൻ്റെ വിഭവങ്ങളുണ്ട്, തമിഴ്നാടിൻ്റെ വിഭവങ്ങളുണ്ട്, കുറച്ച് കർണാടകയുടെ വിഭവങ്ങളുണ്ട്, പിന്നെ അറേബ്യൻ വിഭവങ്ങളും ഈ ഓണത്തിന് ആലി എന്ന് പറയുന്ന സിനിമയിലൂടെ തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ തരത്തിൽ ഒരുപാട് പേരെ കോർത്തിണക്കിക്കൊണ്ട് റീജിയണൽ ഹാർമണിയും റിലീജിയസ് ഹാർമണിയും അങ്ങനെ എല്ലാ തരത്തിൽ, അതിനേക്കാൾ എല്ലാം ഉപരി കൃത്യമായി 8 പാട്ടുകൾ കേട്ട് ഡയറക്ടർ തന്നെയാണ് ലിറിസിസ്റ്റ്. ആ പാട്ടുകളെല്ലാം വളരെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓണത്തിന് നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഓണക്കാലം വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് കുടുംബ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ്. ഈ സിനിമ അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ആലി എന്നുള്ള സിനിമ. ഒരു കുടുംബത്തിൽ നടക്കണ, നമ്മൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിങ് സബ്ജക്റ്റ് ഉണ്ട്, ഇമോഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ സംഭവവും ഈ ആലി എന്നുള്ള സിനിമയിലുണ്ട്. അപ്പോൾ അതിൽ നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു ചിത്രമാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് ലേഡി ഡയറക്ടറുടെ ഒരു മൂവിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു റോള് തരുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റാറ്. പക്ഷെ ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ടറെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു ഇതും കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഒരു തറവാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണത്. അപ്പോൾ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഓവറോൾ ഇതിൽ പാട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഇതിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.